ഹലോ, ഇന്ന് മധുരയിലെ രണ്ടാമത്തെ ദിവസമാണ്. പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് ചെറുതായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ഡേ നമ്മൾ മധുരയൊക്കെ ചുറ്റി കണ്ടു. നമ്മൾ നേരത്തെ തന്നെ എണീറ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് അമ്പലങ്ങളൊക്കെയാണ് ലിസ്റ്റിലുള്ളത്. കൂടെ ഇവിടുത്തെ അക്കയും വരുന്നുണ്ട്. അപ്പോൾ അക്ക എല്ലാവർക്കും സ്പെഷ്യലായിട്ട് കുറേ വളയൊക്കെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായി. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇന്നലെ മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റിലും നമ്മൾ ഒരുപാട് കുപ്പിവളകളും സാരിയൊക്കെ വളരെ വിലക്കുറവിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വാങ്ങാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോഴാണ് അക്ക നമുക്ക് എല്ലാവർക്കും കുറേ നല്ല വളകൾ ഗിഫ്റ്റ് ചെയ്തത്. എല്ലാവർക്കും കിട്ടിയ വളയൊക്കെ നോക്കി പിന്നെ പാട്ടിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. എല്ലാവരും കൂട്ടത്തിലും ഉണ്ടാവുമല്ലോ, നമ്മൾ ഇറങ്ങിയ ശേഷം എന്തെങ്കിലുമൊക്കെ ഒന്ന് മറന്നിട്ട് തിരിച്ചെടുക്കാൻ പോകുന്ന ആള്. ഞങ്ങളെ കൂട്ടത്തിൽ ആ ആള് ഇതാണ്. ഇന്ന് നമ്മൾ പോകുന്ന അമ്പലം മധുരയിൽ നിന്ന് തന്നെ കുറച്ച് മാറിയിട്ട് ഒരു മലയുടെ താഴ്വാരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് അക്ക പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ വേറെയും കഥകളും ഐതിഹ്യങ്ങളൊക്കെ ഇതിനോട് ചേർന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഇതാണ് തമിഴ്നാട്ടിൽ തന്നെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന് സന്ദർശിക്കാറുള്ള അലഗാർ കോവിൽ. നല്ല ഭംഗിയാണ്. സൈഡിലൊക്കെ നമുക്ക് പർവ്വതനിരകളൊക്കെ കാണാം. ഈ കെട്ടിയിരിക്കുന്നത് കണ്ടോ, ഇത് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇവിടെ ഇതുപോലത്തെ ചെറിയ തൊട്ടിലൊക്കെ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകാറുള്ളതാണ്. വേറെയും തമിഴ്നാട്ടിലെ അമ്പലങ്ങളിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറച്ച് അധികം പേര് വരുന്നത് പോലെ തോന്നി. എൻട്രൻസിൽ തന്നെ ഒരുപാട് പൂക്കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ മുല്ലയൊക്കെ വാങ്ങിയിട്ട് തലയിലൊക്കെ വെച്ചു. ഇവിടുത്തെ ലേഡീസ് ആണെങ്കിൽ എപ്പോഴും മുല്ലപ്പൂവൊക്കെ ചൂടിയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. ആദ്യം കാണുമ്പോൾ ഇത് ഭയങ്കര കൗതുകമായിരുന്നു. പിന്നെ നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് നമുക്കിതൊക്കെ ചൂടിച്ച് തരാനും, കടയിലെ ചേച്ചിമാരൊക്കെ അവരുടെയൊക്കെ ഹെയർ പിന്നും കൂരിയിട്ടാണ് നമുക്ക് ഇതൊക്കെ വെച്ച് തരുന്നത്. അവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് കാണാൻ. കുറേ സ്റ്റോളുകൾ അമ്പലത്തിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു. യൂഷ്വലി കിട്ടുന്ന പ്രസാദത്തിൽ നിന്ന് മാറിയിട്ട് വേറൊരു ടൈപ്പ് ഓഫ് ദോശയൊക്കെ പോലത്തെ സാധനങ്ങൾ, അതിൽ മധുരമുള്ളതും എരിവുള്ളതൊക്കെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ എടുത്ത് നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു കുരങ്ങൻ എന്ന് പറഞ്ഞാൽ നല്ല സൈസുള്ള ഒരു കുരങ്ങൻ എൻ്റെ ആ ഒരു താമരപ്പൂവൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ടായി. ഞാൻ ആകെ പേടിച്ച് വിളിച്ച് ആകെ പ്രശ്നമാക്കി. എല്ലാവരും ഭയങ്കര കളിയാക്കലായിരുന്നു എന്നെ. അങ്ങനെ കളിയാക്കി തീർക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഈ കുരങ്ങനുണ്ടല്ലോ, ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കുരങ്ങൻ, അതെൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ എടുത്ത് അത് തുറക്കുന്നത് കാണണം. അതാണ് ഭയങ്കര അത്ഭുതം. എനിക്കറിയില്ലായിരുന്നു ഇവരിതിലൊക്കെ ഇത്ര എക്സ്പേർട്ടാന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ട് മല കയറാൻ തുടങ്ങി. മലയുടെ മേലെയും ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് ഈ ചേച്ചിമാരെ കണ്ടു. ആ ചേച്ചിമാര് ഇങ്ങനെ ഒരു നേർച്ചയുടെ ഭാഗമായിട്ടാണ് അമ്പലമൊക്കെ ചുറ്റി കണ്ട് പിന്നെ ദർശനം വാങ്ങേണ്ടവർ അതൊക്കെ ചെയ്ത് താഴെ ഇറങ്ങിയപ്പോൾ എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. സ്റ്റോളൊക്കെ കണ്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി റെസ്റ്റ് ചെയ്തു. പിന്നെ കയറി മലയൊക്കെ ഇറങ്ങി നമ്മൾ ബസ്സിന് വെയിറ്റ് ചെയ്തു. സാധനങ്ങൾ വാങ്ങിച്ചതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. നാളെയാണ് നമ്മൾ കോൺഫറൻസ് ഉള്ളത്. അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മളിപ്പോൾ മധുരൈ സിറ്റിക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. അവിടുന്ന് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഡിന്നറും കഴിച്ചിട്ടാണ് വീട്ടിലെത്തിയത്. എല്ലാവരും കൂടെ കുറേ ഗെയിംസൊക്കെ കളിച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് ആർക്കും ഉറക്കമൊന്നും വന്നില്ല. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻറ്റ് നൂഡിൽസൊക്കെ ഉണ്ടാക്കി പിന്നെ അതിൻ്റെ കൂടെ ഷീറ്റ് മാസ്ക് ഒക്കെ ഇട്ട് സമയം അങ്ങനെ കളഞ്ഞു.
ഫൈനലി ഇന്നാണ് നമ്മളെ കോൺഫറൻസിൻ്റെ ഡേ. ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രസൻറ്റേഷൻ ഇല്ല, കുറച്ച് പേർക്ക് മാത്രമേ പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ച് തുടങ്ങി. All this time I've been holding on so tight, 'cause all that I do was easy to use. So call my time, but you weren't really mine, just something to do. Thought I never knew. No surprise, but nevertheless, I'm still stuck in self-defense. No surprise, but nevertheless, I get lost when I look in your eyes. I just want to be next to your I get lost when I look in your eyes. Do you even learning? Do you even leave now, make your escape. You know the fortune favors the brave. So close, just get away. No surprise, but nevertheless, I'm still stuck in self-defense. No surprise, but nevertheless, I get lost. അങ്ങനെ കോൺഫറൻസ് ഒക്കെ നന്നായിട്ട് കഴിഞ്ഞു. നല്ല സെഷൻസ് ആയിരുന്നു. ഇന്ന് മധുരയിൽ നമ്മളെ ലാസ്റ്റ് ഡേ ആണ്. സോ നാളെ മോർണിംഗ് ആണ് നമുക്ക് ട്രെയിൻ ഉള്ളത്. ലേറ്റ് നൈറ്റ് നമ്മൾ പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ഡെലിവറി ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം മധുരയിൽ നിന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അവിടെയൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഏർലി മോർണിംഗ് മധുരയിൽ നിന്ന് ട്രിച്ചിക്ക് പോയിട്ട് ട്രിച്ചി ടു തിരുവാരൂർ, അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ട്രിച്ചിയിൽ നിന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടി. ഞങ്ങളെ കൂടെയുള്ള ഒരാളുടെ വീടും ട്രിച്ചിയിലാണ്. അപ്പോൾ അവൾക്ക് നല്ല സ്പോട്ടുകളൊക്കെ അറിയായിരുന്നു. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും പിന്നെ ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ച് ഞങ്ങൾ ഈ ട്രിപ്പ് എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.